നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടീച്ചേഴ്സിന്റെ റോളാണ് കേട്ടോ. റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ സേഫ് ഗാർഡിങ് ദ റൈറ്റ്സ് ഓഫ് എ ചിൽഡ്രൻസ് ഇൻ സ്കൂൾ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ എന്താ പറയാ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമ്മുടെ കുട്ടികളുടെ റൈറ്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാ ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതിന് മുന്നേ ഇത് ഏത് ടോപ്പിക്ക് ചോദിച്ചാലും ഉണ്ടല്ലോ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്താന്നുള്ളത് ആദ്യം എഴുതുക കേട്ടോ. ദെൻ പിന്നെന്താണ് ക്രിയേറ്റിംഗ് എ സേഫ് ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവറോൺമെന്റ്. അതായത് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഏതൊരു കുട്ടിക്കും എന്താണ് ഞങ്ങളെല്ലാം ആ ടീച്ചർക്ക് ഒരേപോലെയാണ്, ഞങ്ങള് സേഫ് ആണ്, എല്ലാവരും ഒരേപോലെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാ രീതിയിലുള്ള കുട്ടികളെ ഒരുമിച്ച് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു എൻവറോൺമെന്റ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അല്ലാതെ ടീച്ചേഴ്സിന്റെ പാർഷ്യാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ പാടില്ല. ദെൻ റെക്കഗ്നൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതായത് നമ്മൾ ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ് അല്ലെ. അപ്പൊ ഒരു ക്ലാസ് ടീച്ചർക്ക് അറിയണം ആ കുട്ടിക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ആ ടീച്ചർക്ക് അറിയാൻ വേണം, ആ ടീച്ചർ എന്ത് ചെയ്യണം അത് റിപ്പോർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, അതായത് കുട്ടികളുമായിട്ട് അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ടീച്ചേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവരായിട്ട് വന്ന് പറയുക അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ അങ്ങനെ പ്രശ്നമുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാട്ടോ നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചും കൂടി എങ്ങനെയാണ് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് പറയാം, ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും അപ്പൊ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കുട്ടികളായിട്ട് ഇപ്പൊ നമുക്ക് എന്താ പറയാ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. പക്ഷെ നമുക്ക് പറ്റും. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു, പനിയാണോ എന്ന് പാരന്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുക. പിന്നെ ആ കുട്ടിയെ കാണുമ്പോൾ അതിന്റെ പനിയൊക്കെ മാറിയോ? അല്ല, അപ്പൊ ഒരു കുട്ടി കല്യാണത്തിന് പോയിരിക്കുകയാണ്, എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെയാണ്, അപ്പൊ ആ കുട്ടിയെ കാണുമ്പോൾ എന്റെ ഫംഗ്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നോ എന്നൊക്കെ ആ രീതിയിൽ ഒന്ന് ചോദിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്യും. അതായത് ടീച്ചർ ഇതൊക്കെ ഓർത്ത് വെക്കുന്നുണ്ട്, അതായത് നമ്മൾ അവർക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആ കുട്ടികൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ കുട്ടികൾക്കുമായി ബന്ധപ്പെട്ട് എന്ത് അബ്യൂസോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എന്ത് നെഗ്ലക്റ്റോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, ദെൻ പ്രൊമോട്ടിംഗ് ചിൽഡ്രൻസ് റൈറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. എന്താണ് ചൈൽഡ് റൈറ്റും അതേപോലെ തന്നെ കുട്ടികളുടെ പാർട്ടിസിപ്പേഷനും മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, എൻഹാൻസ് ചെയ്യണം. ഈവൻ അത് കുട്ടികളിൽ തന്നെ ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു അവബോധം അതൊക്കെ നമ്മൾ ടീച്ചേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്നതൊക്കെ അബ്യൂസ് ആയിട്ട് നമ്മൾ പറയും, അത് ടീച്ചേഴ്സ് ആണ് മുൻകൈ എടുത്തിട്ട് ഇതിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും അതേപോലെ തന്നെ അതിൽ കുട്ടികളെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കേണ്ടതും. ദെൻ കൊളാബറേറ്റിംഗ് വിത്ത് പാരന്റ്സ് ആൻഡ് ഗാർഡിയൻസ്. നമ്മൾ ക്ലാസ് എടുത്താൽ മാത്രം മതിയോ? പോരാ, ഈ കുട്ടികളുടെ എല്ലാം പാരന്റ്സുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളത് നല്ലൊരു ടീച്ചറുടെ റോളാണ്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. എന്താണ് നമ്മളും, അതായത് ഞാൻ പണ്ട് മുതലേ പഠിച്ച കാര്യങ്ങളെ ശീലിക്കൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. നമ്മൾ കാലത്തിനനുസരിച്ച് കോലം മാറണം എന്ന് പറയുന്ന പോലെ നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അത് നമുക്ക് എന്താണ് നല്ലൊരു നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റും അതേപോലെ തന്നെ ഈ കണ്ടിന്യൂസ് ലേണിംഗും ആസ് എ ടീച്ചർ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഇനിയും പോയിന്റുകൾ ഇഷ്ടം പോലെ നമുക്ക് അറിയാട്ടോ. നമ്മളെ കീ ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നില്ലേ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസിന്റെ, അതെല്ലാം നമുക്ക് ഇതിലും ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കേ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി ഇൻ സ്കൂൾസ്. എന്താണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസിയുടെ ഇമ്പോർട്ടൻസ് സ്കൂൾസിൽ എങ്ങനെയാണ്? നമുക്ക് ഓൾറെഡി ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തേർഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. എങ്ങനെയാണ് ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി എന്നൊക്കെ ഉള്ളത്, അതൊക്കെ വെച്ചിട്ട് അടിച്ചു വിടാവുന്ന ടോപ്പിക്കാണ്. എന്താ നോക്കിക്കേ, പ്രൊട്ടക്ഷൻ ഫ്രം ഹാം. സ്വാഭാവികമായിട്ടും എന്താണ് ഹാംസിൽ നിന്നൊക്കെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പ്രൊമോഷൻ ഓഫ് വെൽ ബീയിങ്, അതേപോലെ തന്നെ ക്ലിയർ ഗൈഡൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, പിന്നെ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ, ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, കംപ്ലൈൻസ് വിത്ത് ലീഗൽ റിക്വയർമെന്റ്സ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസിയുടെ ഇമ്പോർട്ടൻസ് ആണ്.
നമുക്കറിയാം ഇങ്ങനെ ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാണ്, കുട്ടികളെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ അബ്യൂസ്, മാൽ ട്രീറ്റ്മെന്റ് ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇത് മാത്രല്ല, ഏതൊരു ഹാർമിനും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസിയാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ്, ഒരു കാര്യം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു റിസ്ക്, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ആ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം, അങ്ങനത്തെ സിറ്റുവേഷൻസ് എങ്ങനെ ഒഴിവാക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഒരു ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, നമുക്ക് കുട്ടികളിലാണെങ്കിലും അതെ ടീച്ചേഴ്സിന്റെ ഇടയിലാണെങ്കിലും അതെ, കുട്ടികൾക്ക് ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എന്താ പറയാ സോർട്ട് ചെയ്യാൻ ഒരു പോളിസി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസും കൂടിയാണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസിയുടെ ഇമ്പോർട്ടൻസ് എന്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എഴുതാൻ പറ്റും. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങള് ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു സേഫ് ഗാർഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി മെന്റൽ ഡെവലപ്മെന്റ്, എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഇതെല്ലാം എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ചാപ്റ്ററിലത്തെ ഏത് ടോപ്പിക് വന്നാലും ഈ സെയിം പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ, ക്രിയേറ്റിംഗ് സ്പേസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ചിൽഡ്രൻ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് എക്സ്പ്രസ് ദെംസെൽഫ്. എങ്ങനെയാണ് നമ്മൾ ഇവർക്കെല്ലാം കുട്ടികൾക്ക് അവരുടെ രീതിയിൽ കാര്യങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാ പറയാൻ പോകുന്നത്. എന്താ, ഗിവിംഗ് ചിൽഡ്രൻ ദ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് എക്സ്പ്രസ് ദയർ വോയിസസ് ആൻഡ് ഒപ്പീനിയൻസ് ഇസ് ക്രൂഷ്യൽ ഫോർ ദയർ ഡെവലപ്മെന്റ്. It empowers them, fosters a sense of belonging, and helps them to develop important skills like critical thinking, communication, and problem solving. അപ്പൊ എന്താണ്, നമ്മളിപ്പോ ഏതൊരു ക്ലാസ്സിലാണെങ്കിലും അതെ, ഏതെങ്കിലും ഒരു കുട്ടികള് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്ത് ചീത്ത പറഞ്ഞ അവിടെ ഇരുത്താതെ അവർ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. അതായത് അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. എന്താണ്, ഒന്ന് ഓക്കെ അവർക്കൊരു കോൺഫിഡൻസ്, ഞാൻ പറയുന്ന കാര്യം കേൾക്കും, അല്ലെങ്കിൽ അത്രയും ആൾക്കാരുടെ ഇടയിൽ അവരുടെ ഒപ്പീനിയൻ തുറന്നു പറയാനുള്ള ഒരു കോൺഫിഡൻസ്. അതേപോലെ തന്നെ ആ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ ഇതിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കുട്ടികൾക്ക് മെന്റലി അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല എൻകറേജ് ഓപ്പൺ ആൻഡ് റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ. എന്താണ്, നമ്മള് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും കുട്ടി നീറ്റുന്ന എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്, എൻകറേജ് ഓപ്പൺ ആൻഡ് റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ.